മുൻ ഉദ്യോഗസ്ഥനായ രഘുനാഥ് നായരും ഒപ്പം ഹലോ എയർവേസിൻ്റെ മേധാവിയായിട്ടുള്ള ഷോബി ടി പോളും ആണ്. ഞാൻ ഷോബിയിലേക്ക് ഒന്ന് പോകുന്നു. ഷോബി, നേരത്തെ ശ്രീ രഘുനാഥ് നായർ ഇവിടെ സൂചിപ്പിച്ചു, അതായത് ഇപ്പോഴും ഈ അപകടത്തിൻ്റെ കാരണത്തെ സംബന്ധിച്ചൊക്കെ നമുക്ക് സൂചനകൾ മാത്രമേ ഉള്ളൂ, കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ പങ്കുവയ്ക്കാൻ സാധിക്കില്ല, അതിന് ശാസ്ത്രീയമായി പരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ട്. അദ്ദേഹം പറയുന്നതനുസരിച്ച് മനുഷ്യത്വപരമായ പിഴവ്, ഹ്യൂമൻ എറർ സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് അദ്ദേഹം പറയുന്നു. കാരണം സാങ്കേതികമായി മികച്ച നിലവാരം പുലർത്തുന്ന വിമാനം ആണ് ഇത് എന്നതുകൊണ്ടും അതോടൊപ്പം തന്നെ ഇരട്ട എഞ്ചിനുകൾ പ്രവർത്തിക്കുന്ന ഒരു വിമാനമായതുകൊണ്ട് അത്രമേൽ ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ടുള്ള അപകട സാധ്യത കുറവാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം. താങ്കൾ ഈ മേഖലയിൽ തന്നെ ഉള്ള ആളായതുകൊണ്ടും ഒപ്പം താങ്കൾ അടക്കം ഈ സർവീസിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വിമാനങ്ങൾ അല്ലെങ്കിൽ ചെറുവിമാനങ്ങൾ ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ ഈ സാങ്കേതിക മികവിന് എത്രത്തോളം പ്രാധാന്യം നൽകാറുണ്ട്? അഭിലാഷ്, വളരെ സാഡായിട്ടൊരു ന്യൂസാണ്. എന്താണെങ്കിലും ശരിക്കും ഇതിലെ ഒരു ടെക്നിക്കൽ എറർ എന്തായിരുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ക്രാഷായി, ഇതിനെപ്പറ്റി നമുക്ക് ആധികാരികമായിട്ട് പറയാൻ കഴിയില്ല. എങ്കിലും എൻ്റെ ഒരു അനുമാനം വെച്ചിട്ട് പലരും പറഞ്ഞ മാതിരി തന്നെ ഈ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ടൈമിലാണ് ക്രാഷ് ആവുന്നത്. ദാറ്റ് മീൻസ് അതിൽ ത്രസ്റ്റ് നഷ്ടപ്പെട്ടിട്ടാണ് ക്രാഷ് ആവുന്നത്. കാരണം ഈ കാണുന്ന വീഡിയോയിലും അല്ലെങ്കിൽ ഫ്ലൈറ്റ് റഡാറിന്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് അതും അനലൈസ് ചെയ്തതനുസരിച്ചിട്ട് ഒരു പൈലറ്റിന്റെ പിഴവ് തന്നെ ആയിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. കാരണം അത് റൺവേയിൽ പോകുന്നുണ്ട്. റൺവേയിൽ പോയിട്ട് ടേക്ക് ഓഫിന് ശേഷമാണ് ഒരു 600 ഫീറ്റോളം പോയിട്ടാണ് താഴേക്ക് വരുന്നത്. ദാറ്റ് മീൻസ് അതിന് പൈലറ്റിന്റെ പിഴവ് ഉണ്ടായേക്കാം, അറിയില്ല, എനിക്ക് അതിനെപ്പറ്റി ഇൻഡെപ്ത് നോളജ് ഇല്ല. എങ്കിൽ കൂടി അതിനേക്കാൾ സാധ്യതകൾ കൂടുതൽ ഞാൻ കാണുന്നത് ഒരു ഇത് ക്രാഷ് ആവാൻ കാരണം ത്രസ്റ്റ് ലോസ്റ്റ് ആയിട്ടാണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടേക്ക് ലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു പവർ ഇല്ലായിട്ടാണ് എയർക്രാഫ്റ്റ് ക്രാഷ് ആവുന്നത്. അതാണ് അവസാനം വന്ന മെസ്സേജ് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരവും. ഓക്കെ, ആ എയർക്രാഫ്റ്റ് അങ്ങനെ ക്രാഷ് ആവാൻ വേണ്ടിയിട്ട് പൈലറ്റിന്റെ പിഴവ് ആവാനുള്ള സാധ്യതയില്ല. കാരണം അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എയർക്രാഫ്റ്റ് ക്രാഷ് ആവുന്നത് ഒരു ടേക്ക് ഓഫ് മൂഡിലാണ്. ഒരു ടേക്ക് ഓഫ്, അതായത് അതിന്റെ നോസ് മേളിലേക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈലറ്റ് ഈ എയർക്രാഫ്റ്റിനെ പൊക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്, അതിൽ നിന്ന് താഴേക്ക് പോരുന്നു. അതായത് അതിന് പവർ കിട്ടാതെയാണ് പോരുന്നത്. ആ പവർ കിട്ടാതിരിക്കാനായിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്തെടുത്തോളം ഞാൻ കേട്ടതനുസരിച്ചിട്ട് ഒരു 4-5 മെയിൻ കാര്യങ്ങളാണുള്ളത്. ആദ്യം പറഞ്ഞ മാതിരി ബേഡ് ഹിറ്റിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും നമുക്കറിയാം, നോർത്ത് ഇന്ത്യയിലൊക്കെ ഞങ്ങൾ കണ്ടമാനം ഫ്ലൈ ചെയ്യുന്നതാണ്. എന്തിന് ഇന്നലെ അഹമ്മദാബാദിൽ ഞങ്ങൾക്ക് പ്രൈവറ്റ് ചാർട്ടർ മൂവ്മെന്റ് ഉണ്ട്. ഞങ്ങളുടെ എയർക്രാഫ്റ്റ് സ്റ്റക്കായി 6 മണിക്ക് ശേഷം ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ പെർമിഷനോട് കൂടിയിട്ട് ഞങ്ങളുടെ എയർക്രാഫ്റ്റ് ബാംഗ്ലൂർക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെന്തായിരുന്നു അങ്ങനെ സ്റ്റക്കാവാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഈ റൺവേ കംപ്ലീറ്റ് ക്ലോസ് ആയിരുന്നു. അതായത് ഈ വിമാനാപകടം ഉണ്ടായതിനു ശേഷം അല്ലേ? അതെ. ഞങ്ങൾ രാവിലെ ഏകദേശം അവിടെ ഒരു 10:15 ലാൻഡ് ചെയ്യുന്നു. അതൊരു ഗൾഫ് സ്ട്രീം 200 എന്ന് പറഞ്ഞിട്ട് ഒരു ജെറ്റാണ്, എക്സിക്യൂട്ടീവ് ജെറ്റാണ്, ലക്ഷറി ജെറ്റാണ്. അത് ലാൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പോരേണ്ടിയിരുന്ന 5:30-ക്കാണ്. ആ 5:30-ക്ക് മുമ്പ് ഇത് വന്നിട്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ട് ഇൻവെസ്റ്റിഗേഷൻ പാർട്ടായിട്ട് ക്ലോസ് ചെയ്യുക. പിന്നെ എന്തോ സ്പെഷ്യൽ റിക്വസ്റ്റ് വഴി എൻ്റെ ഒരു ക്ലൈന്റ് വളരെ അത്യാവശ്യമായിട്ട് വരേണ്ട വളരെ VIP ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു 6 o'clock കൂടിയിട്ട് പെർമിഷൻ തന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോരുകയായിരുന്നു ചെയ്തത്. ഇപ്പൊ ഈ പറഞ്ഞ അനുസരിച്ചിട്ട് ഇപ്പൊ ശരിക്കും നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ശരിക്കും ഒരു ബാഡ് ഹിറ്റിനുള്ള പോസിബിലിറ്റി ഉണ്ട്. നോർത്ത് ഇന്ത്യകളിലെ വിമാനത്താവളങ്ങളിലെല്ലാം വളരെ വലിയ പക്ഷികൾ കൂട്ടമായിട്ട് പോകാറുണ്ട്. അതൊരു സാധ്യതയാണ് ഞാൻ പറയുന്നത്. അപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു എഞ്ചിനെ ശരിക്കും അഫക്റ്റ് ചെയ്യണ എങ്ങനെയാണ്, എഞ്ചിൻ ഭയങ്കര പവർഫുൾ അല്ലേ, അത് അഫക്റ്റ് ചെയ്യാനൊരു സാധ്യതയുണ്ട്. കാരണം ഇത്രയും വലിയ പക്ഷികളുടെ പൊക്കും എല്ലുകളും ഒക്കെ ഒരു ഭയങ്കര ഹാർഡാണ്. അത് ചിലപ്പോൾ നമ്മളുടെ ഈ എഞ്ചിനെ ബാധിച്ചേക്കാം. അങ്ങനെ ഒരു കാര്യം അവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 എഞ്ചിനും അറ്റ് എ ടൈം ഹിറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതൊരു സാധ്യതയാണ്. പിന്നീടുള്ള ഒരു സാധ്യത, ഇത് ക്രാഷ് ആവാനുള്ള ഒരു അടുത്തൊരു സാധ്യത, നിങ്ങൾ പറഞ്ഞ മാതിരി ഒരു പൈലറ്റിന്റെ ഒരു പിഴവാനുള്ള സാധ്യതയുണ്ടാവും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ഷോർട്ട് റൺവേ ടേക്ക് ഓഫ് ആണെങ്കിൽ അത് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ ടച്ച് ചെയ്തിട്ട് അങ്ങനെയും ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും ഒരു റൺവേയിൽ നിന്ന് പോയിട്ട് 1 മിനിറ്റിന് മുമ്പിലാണ് ഇതെല്ലാം കാര്യങ്ങൾ സംഭവിക്കുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നിടത്തോളം ഞാൻ ആധികാരികമായിട്ട് പറയണമല്ല, എൻ്റെ ഒരു അനുമാനം അനുസരിച്ച്
ഡ്രോണുകൾ വളരെയധികം ഇപ്പൊ നമുക്ക് ടെസ്റ്റ് നടത്തുന്നതും അങ്ങനെ ഇങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഡ്രോൺ ആ സമയങ്ങളിൽ അവിടെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടതാണ്. ഇതെല്ലാം ഈ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിന് ശേഷമാണ്. പക്ഷേ ഒരു ആസ് എ സിഇഒ അല്ലെങ്കിൽ ഒരു എയർക്രാഫ്റ്റ് കമ്പനിയുടെ ഒരു ചാർട്ടർ കമ്പനിയുടെ സിഇഒ എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ എന്റെ വളരെ കുറഞ്ഞ നോളജ് വെച്ചിട്ടോ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ കാണുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരു സംഭവമുണ്ട്. അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ത്രസ്റ്റാണ്. കാരണം എപ്പോഴും പറയാം എയർക്രാഫ്റ്റ് ഒരു ടേക്ക് ഓഫ് മൂഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അതേ ഒരു വേയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ക്രാഷ് ആവുന്നത്. അതായത് വേറെ എന്തെങ്കിലും ഒരു സംഭവമാണെങ്കിൽ അത് മൂക്കുകുത്തിയാണ് താഴേക്ക് പോകേണ്ടിയിരുന്നത്, അതിന്റെ നോസാണ് ഹിറ്റ് ചെയ്യേണ്ടിയിരുന്നത് തിരിച്ച്. അപ്പൊ ഇപ്പൊ മൂന്നാമത്തെ ഈ അടുത്ത കാര്യത്തിൽ പിന്നെ ഒരു സംഭവം, ഫ്യൂവൽ സപ്ലൈ ഇന്ററപ്റ്റഡ് ആയിട്ട് എഞ്ചിനുകളിലേക്ക് ഫ്യൂവൽ എത്താതെ ഇരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെയാണെങ്കിലും ഇതേ പോകുന്നതിന് ത്രസ്റ്റ് ഇല്ലായിട്ട് താഴേക്ക് പോരാൻ പറ്റും. അതും നമുക്കറിയില്ല, അതൊരു സാധ്യതയാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറൈസ്ഡ് ആണ് ഈ സിസ്റ്റം മുഴുവൻ. അങ്ങനെ ഈ കമ്പ്യൂട്ടർ നാച്ചുറലി അതായത് ഒരു പ്രോഗ്രാമിംഗ് സ്വഭാവം അല്ലേ? പ്രോഗ്രാമിംഗ് സ്വഭാവം അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടും ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായേക്കാം. ഈ ഒരു 5 കാര്യങ്ങളാണ്. അതിൽ വളരെ നെഗ്ലിജിബിൾ ആണ് പൈലറ്റിന്റെ വളരെ മൈന്യൂട്ട് ആണ് പൈലറ്റിന്റെ ഒരു പിഴവ് കണ്ട് എന്നാണ് എന്റെ നോളജ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും അടുത്ത ഇതുകൂടിയുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇത്രയും ബേണാവാനും മറ്റു ഇഷ്യൂസ് ഒക്കെ ഇത്ര ഹെവി ആവാനും കാര്യം ഈ എയർക്രാഫ്റ്റ് ലണ്ടനിലേക്കാണ് ഫ്ലൈ ചെയ്യുന്നത്. അതിൽ വളരെയധികം പാസഞ്ചേഴ്സ് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടുന്ന ലഗേജ് ഉണ്ട്. ഫുൾ ഫ്യൂവലാണ്. ബിക്കോസ് ഇത്രയും ഫ്യൂവൽ എടുത്തിട്ട് പോകേണ്ടതാണ്. പക്ഷേ ഈ ഇപ്പൊ നമ്മളുടെ എയർക്രാഫ്റ്റ് ക്രാഷ് ആവുന്ന 600 ഫീറ്റിലാണ്. ഈ 600 ഫീറ്റിന് കൂടെ ഒരു 1500 ലിഫ്റ്റ് ചെയ്യാൻ അതിന് കഴിഞ്ഞിരുന്നെങ്കിൽ ഇതേ പൈലറ്റിന് ഈ വിമാനത്തെ റൺവേയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. അതായത് തിരിച്ചിറക്കാൻ സാധിക്കുമായിരുന്നു. അപ്പൊ അത് സംഭവിച്ചിട്ടില്ല അഭിലാഷ്. അപ്പൊ അതുകൊണ്ട് ഇത് ഏതാണെന്ന് അറിയില്ല. ഈ 4-5 കാര്യങ്ങളിൽ ഒന്നായിരിക്കും. അതിലും പോകുമ്പോൾ ഇൻഡെപ്തിൽ പോകുമ്പോൾ ഇപ്പൊ ഫ്യൂവൽ സപ്ലൈ കട്ടാവാൻ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. കമ്പ്യൂട്ടറൈസേഷൻ സിസ്റ്റം കംപ്ലൈന്റ് ആവാൻ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും തിങ്ക് ചെയ്യാം. അത് ഒത്തിരി ഒരുപാട് കാര്യങ്ങളിലൂടെ അങ്ങനെ സംഭവിച്ചേക്കാം. അതായത് ഇപ്പോൾ താങ്കൾ ഈ സൂചിപ്പിക്കുന്ന പോലെ താങ്കൾ അധികവും VVIPകളുടെ ട്രാൻസ്പോർട്ടേഷൻ ആണല്ലോ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നതിലാണല്ലോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിനൊക്കെ അതായത് ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ വരുന്ന കമന്റുകളുമായി ബന്ധപ്പെട്ടാണ്. അതിനൊന്നും ശാസ്ത്രീയമായ ഒരു അടിത്തറയും ഉണ്ടാകണമെന്നില്ല. ഒരു ഫ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഡെഫിനറ്റ്ലി അതിൻ്റെ ഇത്തരം ടെക്നിക്കൽ കാര്യങ്ങൾ ഉറപ്പായും പരിശോധിച്ചൊക്കെ ചെയ്യുമല്ലോ. അതിനുശേഷം തന്നെ ആയിരിക്കുമല്ലോ ഈ പറക്കലിനൊരുങ്ങുക. അതായത് ഒരു VIP മൂവ്മെന്റിൽ നാച്ചുറലി ആ VIP മൂവ്മെന്റിന്റെ അതിന് മുമ്പായിട്ട് ഇപ്പൊ ശരിക്കും നമ്മൾ ഇന്നലെ ഒരു 8 o'clock ഡിപ്പാർട്ട് ആവുന്നു HIL എയർപോർട്ടിൽ നിന്ന്. ഏകദേശം ഒരു 6:30 നമ്മളുടെ ടീം വന്നിട്ടുണ്ടാവും. എഞ്ചിനീയറിംഗ് ടീം, അത് നമ്മൾ ഒരു ടീം ഉണ്ടാവും. അത് ഇൻസ്പെക്ട് ചെയ്തിട്ടുണ്ടാവും. അതിൽ എന്തൊക്കെയാണ് എയർക്രാഫ്റ്റിൽ അതിൽ ഫ്യൂവലിംഗ് നടന്നിട്ടുണ്ടാവും. ആ ഒരു ഇൻസ്പെക്ഷൻ വളരെ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. ആ പ്രോപ്പറായിട്ട് നടന്ന ഇൻസ്പെക്ഷന് ശേഷമാണ് പൈലറ്റ് വരുന്നത്. ഇവർ BA കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞ് പൈലറ്റും ഈ നമ്മുടെ പാസഞ്ചർ വരണതിന് മുമ്പായിട്ട് ഇത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടെസ്റ്റ് റൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് ഓൺ ചെയ്യുന്നുണ്ട്. അതൊരു സെക്കൻഡ് പൈലറ്റ്, അതായത് റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന പൈലറ്റ് ഓൾവേസ് ഈ എയർക്രാഫ്റ്റില് എത്രയോ നേരത്തെ പോയിട്ട് കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയർക്രാഫ്റ്റുകൾ എഞ്ചിനീയറിംഗിന്റെയും പൈലറ്റിങ്ങിന്റെയും പിഴവുകൊണ്ടാണ് കൂടുതൽ സംഭവിക്കുന്നത്. അതും ഈ ടേക്ക് ഓഫ് ടൈമിലും ലാൻഡിങ് ടൈമിലും. അപ്പോ ഞങ്ങൾ അതായത് ഒരു എയർക്രാഫ്റ്റ് ഇത് ചെയ്യുമ്പോൾ ഒരു എയർക്രാഫ്റ്റിന്റെ മെയിന്റനൻസിന് വേണ്ടിയിട്ട് ഇപ്പൊ എയർ വർക്ക്സ് അല്ലെങ്കിൽ ഇൻഡമാർ ഇങ്ങനത്തെ കുറെ ഏജൻസീസ് ഉണ്ട്. ദേ ഹാവ് എക്സലന്റ് ഫെസിലിറ്റീസ്. ദേ ആർ ടേക്കിംഗ് കെയർ അവർ എയർക്രാഫ്റ്റ്. ദേ ആർ ടേക്കിംഗ് കെയർ ഓൾ മൂവ്മെന്റ്. അപ്പൊ നമ്മളുടെ മൂവ്മെന്റിന് മുമ്പ് ഇവർ എത്രയോ വന്നിട്ട് എഞ്ചിനീയറിംഗ് ചെക്ക് ചെയ്യുന്നുണ്ടാവും, ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതുമാതിരി ഇപ്പൊ എയർ ഇന്ത്യ വന്നു. നമ്മളുടെ എയർ ഇന്ത്യയിൽ അവർക്കൊരു ടീമുണ്ട്. ഒരു ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടീം അതിൻ്റെതായ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് എല്ലാ മാറ്റേഴ്സും ചെക്ക് ചെയ്യുന്നുണ്ട്, ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഒരു സർട്ടൺ അവേഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ എയർക്രാഫ്റ്റുകൾ മെയിൻ്റനൻസിന് പോകുന്നുണ്ട്. അത് ഓരോരോ സ്റ്റേജിലാണ്. 100 hours ചെക്ക്, അങ്ങനെ പല ഇതുണ്ട്. ഇത്ര ഒരു സർട്ടൺ ടൈം കഴിയുമ്പോൾ ഈ പാർട്സുകൾ മാറുന്നുണ്ട്, എഞ്ചിൻ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വളരെ ഇനിയിപ്പോ അതുമല്ല, എവിടെയെങ്കിലും ഒരു മെക്കാനിക്കലി ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നെക്സ്റ്റ് എഞ്ചിൻ ഉണ്ട്. ഈ രണ്ടാമത്തെ എഞ്ചിൻ ഇതിനെ ത്രസ്റ്റ് ചെയ്ത് മുകളിൽ കൊണ്ടുപോകാനുള്ള കഴിവൊക്കെ ഉണ്ട്.
ആകെ ആ സമയത്ത് ഈ ടേക്ക് ഓഫ് സമയത്ത് ടൈമില് ഇവർ കുറച്ച് കുറച്ച് ബിസി ആയിരിക്കാം. സോറി, അതെ, കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദേ വിൽ ഹാവ് ടു കോർഡിനേറ്റ് വിത്ത് എയർ ട്രാഫിക് കൺട്രോൾ യെസ് യെസ് ആ സർക്കിളിലെ യെസ് സർക്കിളിലുള്ള അതാണ് എയർ ശ്രീ രഘുനാഥ് സാർ നേരത്തെ സൂചിപ്പിച്ച കാര്യം. ഒരു 11 മിനിറ്റ് എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് 3 മിനിറ്റ് ടേക്ക് ഓഫ്, അങ്ങനെയാണ് സാർ പറഞ്ഞത് എന്നാണ്. 8 മിനിറ്റ് ലാൻഡിംഗ് ടൈം എന്നതുള്ളതാണ്. ഞാൻ തിരികെ എത്താം. രഘുനാഥ് സാർ, ഇതിൽ ടെക്നിക്കലി ഉണ്ടാകുന്ന എറർ, അത് ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു. രണ്ട് അഭിപ്രായങ്ങളുണ്ട്, ഹ്യൂമൻ എററിൻ്റെ സാധ്യതയും. ഇത് രണ്ടും നമുക്ക് തള്ളിക്കളയാനാവില്ല. ഇനി ഇതിനപ്പുറത്ത് എന്തെങ്കിലും ആണോ എന്നതും ഇതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് വരുമ്പോഴേ അറിയൂ. എനിവേ, ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. ഒരു സഞ്ചാരി, ക്രൂ അംഗങ്ങൾ മുഴുവൻ മരണപ്പെടുന്നു. ഒരു യാത്രക്കാരൻ, അയാൾ ഇന്ത്യൻ വംശജനാണ്, പക്ഷേ ഇന്ത്യക്കാരനല്ല. പക്ഷേ ഉടനെ തന്നെ ഒരു പ്രതികരണം വന്നിരുന്നു. ഈ രക്ഷപ്പെട്ട ആൾ രമേഷ് വിശ്വാസ് രക്ഷപ്പെട്ട് അവിടെ നിന്ന് നടന്നു പോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഒരു പക്ഷേ എല്ലാവരും അത്ഭുതത്തോടെയാണ് നോക്കിയത്. കാരണം തീഗോളമായി മാറിയ ഒരു വിമാനത്തിൽ നിന്നൊരാൾ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ട് പോകുന്നു. ഒരേ ഒരാൾ. അത് ആ തുടക്കത്തിൽ സംശയമായിരുന്നു, ഇനി ഇയാൾ ഈ വിമാനത്തിൽ തന്നെ ഉണ്ടായിരുന്നതാണോ, ആ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ആൾ ആണോ എന്ന്. പക്ഷേ പിന്നീട് സ്ഥിരീകരിക്കുന്നു ആ വ്യക്തിയുടെ ഒരു പ്രൈമറി ആയിട്ടുള്ള പ്രതികരണമുണ്ട്. അതിപ്പോൾ എത്രത്തോളം വിശ്വസിക്കാമെന്ന് എനിക്കറിയില്ല. കാരണം ആ ഒരു ഹാങ് ഓവറിൽ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ. അദ്ദേഹം പറഞ്ഞത് ഒരു അപകടം എന്ന് ഞാൻ മനസ്സിലാക്കി. ഉടനെ സീറ്റ് ബെൽറ്റ് അഴിച്ചു, എക്സിറ്റ്, അതായത് 11-ാം നമ്പർ എ വിൻഡോ സൈഡിൽ ആയിരുന്നു അദ്ദേഹം ഇരുന്നത്. വളരെ പെട്ടെന്ന് അതിലൂടെ പുറത്തേക്ക് ചാടുമ്പോഴും ഉണ്ടാകുന്നൊരു പരിക്ക് അദ്ദേഹത്തിൽ കാണുന്നില്ല. ഒരു പക്ഷേ ഈ വിമാനം നേരെ ആ കെട്ടിടത്തിലേക്ക് പതിച്ചത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ പതിച്ച ആ സമയത്ത് ചാടിയത് കൊണ്ടായിരിക്കാം വലിയ പൊട്ടലുകളോ ഒന്നുമില്ലാതെ. അല്ലെങ്കിൽ ഉയരത്തിൽ നിന്നാണെങ്കിൽ ഇതായിരിക്കില്ല പരിക്ക്. എന്തായാലും അയാൾ നൽകാൻ പോകുന്ന വിവരങ്ങൾ, ഇൻപുട്ടുകൾ, അത് എത്രത്തോളം പ്രധാനപ്പെട്ടതായിരിക്കും സാർ? സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാമോ? ഓക്കെ. ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ടെക്നിക്കലി പ്രോബ്ലം അല്ല, ഇതൊരു ഹ്യൂമൻ എറർ ആണ് എന്നല്ല ഞാൻ പറഞ്ഞത്. അല്ല സാറിന്റെ ഒരു സാധ്യത കൂടുതൽ. ഞാൻ അങ്ങനെ പറഞ്ഞുവെങ്കിൽ ക്ഷമിക്കുക, ഞാനും അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അല്ല, നമ്മൾ ഡിസ്കസ് ചെയ്ത ആദ്യം തുടക്കത്തിൽ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയർ ക്രാഷിനകത്ത് എന്തെല്ലാം പോസിബിലിറ്റീസ് ഉണ്ടോ, സ്റ്റാർട്ടിംഗ് ഫ്രം എ സബോട്ടേജ് അല്ലെ, ടു എ ടെക്നിക്കൽ ഗ്ലിച്ച്, ടു എ ഹ്യൂമൻ എറർ, എല്ലാ പോസിബിലിറ്റി ഇതിനകത്തുണ്ട്. കാരണം ഇതിന്റെ ലക്ഷണങ്ങൾ വെച്ചിട്ടാ, കാർഡ് അടച്ചു വെടിവെക്കുന്ന പോലെ പറഞ്ഞല്ല, ഇതിന്റെ ലക്ഷണങ്ങൾ കണ്ടിട്ട് പറഞ്ഞാണ്. ഏതായാലും ആ ചോദ്യത്തിലേക്ക് വരും. ഇപ്പൊ ഇതിനകത്ത് ഈ പാസഞ്ചറിന്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും ഓരോ ഇൻപുട്ടും വാല്യുബിൾ ആണ്. കാരണം ഇതിനകത്ത് മൈന്യൂട്ടായിട്ട് ഇപ്പൊ തന്നെ അവിടെ പൊട്ടിത്തകർന്ന വിമാനത്തിന്റെ ഡെബ്രീസ് എല്ലാം അവിടെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഏതെല്ലാം പാർട്ടുകൾ റിക്കവർ ചെയ്യാൻ പറ്റുമോ അതെല്ലാം റിക്കവർ ചെയ്തിട്ട് ഇതിനെ ലാബിലേക്ക് അയച്ചിട്ട് ഇതിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫോറൻസിക് എക്സാമിനേഷൻ നടത്തി മെറ്റീരിയൽ ഫെയിലിയർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഓരോ മെറ്റീരിയലും. അപ്പോൾ അതൊന്നും ഇപ്പൊ ഇത്രയും കത്തിക്കരിഞ്ഞ് നശിച്ചു പോയതിനകത്ത് 100% അത് പോസിബിൾ അല്ല. പക്ഷെ ആ പോസിബിലിറ്റി മുഴുവൻ, അതായത് പറഞ്ഞ വർഷങ്ങൾ എടുക്കും ചില കേസുകളിൽ ഒരു ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ. അവിടെ ഈ കംപ്ലീറ്റ് വീഡിയോ ഫുട്ടേജുകൾ എടുക്കും, ഇതിന്റെ പാസ്റ്റ് ഹിസ്റ്ററി കംപ്ലീറ്റ് എടുക്കും. ഒരുപക്ഷെ ഈ വിമാനം ഡൽഹിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തതിന്റെ ഫുട്ടേജ് വരെയും എടുക്കും. പിന്നെ അവിടെ എന്തെല്ലാം ആളുകളുടെ ഐ വിറ്റ്നസ്സുകളുടെ സ്റ്റേറ്റ്മെന്റ്സ് എടുക്കുക, അവരെന്താണ് കണ്ടത്, എന്താണ് കേട്ടത്, അവർക്ക് എന്താണ് ഫീൽ ചെയ്തത്. ഒരു ലേമാൻ, ഒരു ലേബററിന്റെ സ്റ്റേറ്റ്മെന്റ് പോലും ചിലപ്പോൾ അയാൾ വിവരമില്ലാതെ പറയുന്നതാണെങ്കിൽ പോലും അതിനും ഒരു വാല്യൂ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അവര് തലനാര ഇടകേറിയാണ് പരിശോധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു പാസഞ്ചറിന്റെ സ്റ്റേറ്റ്മെന്റിനും തീർച്ചയായിട്ടും അവിടെ വാല്യൂ ഉണ്ടാവും. കാരണം ഈ പാസഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഈ ടേക്ക് ഓഫ് റൺ ആരംഭിച്ചതിന് ശേഷം, അല്ലെ ഈ റൺവേയിൽ നിന്ന് വിട്ട് ടാക്സിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ വിമാനത്തിൽ എന്തൊക്കെ നടന്നു എന്നുള്ളതിനെ പറ്റി എന്തെങ്കിലും അറിയാവുന്ന ഏക വ്യക്തി ഇദ്ദേഹമാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഫീലിങ്സ് അല്ലെ ഇദ്ദേഹത്തിന്റെ അണ്ടർസ്റ്റാൻഡിങ്, ഇദ്ദേഹത്തിന് ഇത് ക്രാഷ് ആവുന്നു തോന്നിയതോ, എവിടൊക്കെയാണ് അല്ലെ വിമാനത്തിന് ടർബുലൻസ് ഉണ്ടായോ, ഇങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും കിട്ടാൻ പോകുന്ന ഈ വ്യക്തിയിൽ നിന്നാണ്. ഒരു പക്ഷേ ഒരു ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിൽ കിട്ടുന്നതിന്റെ അത്രയും ടെക്നിക്കലി വയബിൾ അല്ല എന്നുണ്ടെങ്കിലും ഉള്ള ഡീറ്റെയിൽസ് അപ്പൊ അത് വാല്യുബിൾ ആണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോക്പിറ്റിനകത്തുള്ള ഒബ്സർവേഷൻസ് എന്താണ്, അതിനകത്തെ സംസാരം എന്താണ്, ഇതൊന്നും ഇദ്ദേഹത്തിന് അറിയില്ല. ഇനി ഈവൻ എയർ ക്രൂസിനും അറിയില്ല. കാരണം ടേക്ക് ഓഫിന്റെ സമയത്ത് അവരതിന്റെ ബ്രീഫിംഗിലും ഇതിലൊക്കെ ബിസി ആയിരിക്കും. അല്ല, അവരെല്ലാം അവിടെ സീറ്റഡ് ആയിരിക്കും. സോറി, ബാക്കി ക്രൂസ് എല്ലാം, എയർ ക്രൂസ് എല്ലാം സീറ്റഡ് ആയിരിക്കും. എല്ലാവരും സീറ്റ് ബെൽറ്റ് വിട്ട് സീറ്റഡ് ആയിരിക്കും. ആരും ഒന്നും മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്.
അപ്പൊ അതുകൊണ്ട് പിന്നെ കുറെ ഇൻപുട്ട് തീർച്ചയായിട്ടും ഇയാളുടെ നിന്ന് കിട്ടും, ഈ രക്ഷപ്പെട്ട വ്യക്തിയുടെ നിന്ന് കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഇതിനകത്ത് ഏറ്റവും ക്രൂഷ്യൽ ആകാൻ പോകുന്നത് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ ആണ്. കാരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അണ്ടർ കാരേജ് പിന്നെ റിട്രാക്ട് ചെയ്യുന്നതിന് പകരം അതിന്റെ ഫ്ലാപ്പ് റിട്രാക്ട് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഇത്, കാരണം രണ്ടാമത് ഫ്ലാപ്പ് ഈ കോക്പിറ്റ് വോയിസ് റെക്കോർഡർ ഉറപ്പായും നമുക്ക് ഒരു അപകടം ഉണ്ടായാൽ കിട്ടുന്ന ഒരു എക്യുപ്മെന്റ് ആണോ? അതായത് ഇപ്പോൾ ഈ ബ്ലാക്ക് ബോക്സ് എന്നതാണല്ലോ ഏറ്റവും എത്ര കണ്ട് ഒരു പ്രതിസന്ധിയിലായ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയ അപകടമാണെങ്കിലും കിട്ടും എന്നതുപോലെ തന്നെയാണോ ഇത്? എന്താണ് അതൊന്ന് പറയാം. ഇത് പിന്നെ ബേസിക്കലി ഈ ബ്ലാക്ക് ബോക്സിനെയും കോക്പിറ്റ് വോയിസ് റെക്കോർഡറിനെയും ഒരേ സ്ഥലത്താണ്, അടുത്തടുത്താണ് ഇതിനെ നമ്മൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതെപ്പോഴും അതിന്റെ ടെയിൽ പോർഷനിലായിരിക്കും. കാരണം ഒരു വിമാനത്തില് ഏറ്റവും സേഫ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് അതിന്റെ പുറകിലോട്ടാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പറയും, സാധാരണ ഇതിൽ പറയുന്നത് ഈ ഒരു കേസ് ഐസൊലേറ്റഡ് ആണ്, ഇത് നമ്മൾ എടുക്കേണ്ട, ഇത് ഇടിച്ച് കയറുകയായിരുന്നു ഒരു പിന്നെ ബിൽഡിങ്ങിലേക്ക്. അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും ഏറ്റവും പുറകിലത്തെ സീറ്റാണ് ഏറ്റവും സേഫ്റ്റി കൂടിയ സീറ്റ് എന്ന് തന്നെ പറയും. കാരണം ഈ ടെയിൽ ഡാമേജ് ആകാനുള്ള സാധ്യതയാണ് ഏറ്റവും കുറവുള്ളത്. തന്നെയല്ല ഈ പിന്നെ ബ്ലാക്ക് ബോക്സിന്റെയും കോക്പിറ്റ് വോയിസ് റെക്കോർഡറിന്റെയും എല്ലാം അതിന്റെ കേസിംഗ് ഉണ്ടാക്കിയിരിക്കുന്ന അത്രയും റോബസ്റ്റ് ആയിട്ടാണ്. ഒരുമാതിരിപ്പെട്ട കണ്ടീഷനിലൊന്നും അത് പൊട്ടില്ല. വെള്ളത്തിൽ വീണ് കഴിഞ്ഞാലും ഉപ്പുവെള്ളത്തിൽ വീണ് കഴിഞ്ഞാലും എവിടെ വീണ് കഴിഞ്ഞാലും ഇതിന് യാതൊരുവിധ ഡാമേജും ഉണ്ടാവില്ല. ആ രീതിയിലാണ് ഇതിനെ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടാണ്. അപ്പൊ മറ്റേതെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറാണ്. അപ്പൊ ഫ്ലൈറ്റിന്റെ പെർഫോമൻസ് എഞ്ചിൻ മാത്രമല്ല ഹൈഡ്രോളിക് ആയിട്ടുമുള്ള മെക്കാനിക്കലായിട്ടുള്ള കംപ്ലീറ്റ് പെർഫോമൻസ് ഡീറ്റെയിൽസ് അതിൽ നിന്നാണ് നമുക്ക് കിട്ടുക. CVR-നകത്ത് കോക്പിറ്റിൽ എന്തൊക്കെ കമ്മ്യൂണിക്കേഷൻ കോൺവെർസേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് കിട്ടുക. ഇത് രണ്ടും കൂടെ ചേർത്തിട്ടുള്ള ഒരു അനാലിസിസ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഇവിടെ മെയ്ഡേ മെസ്സേജ് കൊടുത്തതിന് ശേഷം എയർ ട്രാഫിക് കൺട്രോളർ നിന്ന് റീകൺഫേം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, എന്താണ് ഞങ്ങൾ എന്ത് സഹായമായി ചെയ്യേണ്ടതെന്ന് റീകൺഫേം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മറുപടികളൊന്നും വരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോഴും വിമാനം ക്രാഷ് ആയിട്ടില്ല എന്നാണ് അനുമാനിക്കുന്നത്. ഈ മറുപടി വരുന്നില്ല എന്ന് പറയുമ്പോഴും ക്രാഷ് ആയിട്ടില്ല എന്നാണ് അനുമാനിക്കുന്നത്. അതുകൊണ്ടാണ് പിന്നെ ഒരു പക്ഷേ ഇവിടെ ഒരു സബോട്ടേജിന്റെ നേരിയ പോസിബിലിറ്റി ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയിക്കാമെന്ന് പറയുന്നത്. അത് പല ആംഗിളിലൂടെ നമുക്ക് അതിലേക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിന്റെ പറഞ്ഞോളൂ. എന്തായാലും വളരെ ഇൻഫർമേറ്റീവായ വിവരങ്ങൾ ആണ് രണ്ടുപേരും പങ്കുവച്ചത്. ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ എന്താണ് അപകടത്തിൽ സംഭവിച്ചത് എന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഈ സോഷ്യൽ മീഡിയകളിലുമൊക്കെ വലിയ പ്രചാരണങ്ങളും തെറ്റായ പ്രചാരണങ്ങളും ഒക്കെ നടക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ രണ്ട് അതിഥികളുടെയും, ഇവർ രണ്ടുപേരും ഈ മേഖലയിൽ പ്രവർത്തന പരിചയമുള്ള, ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടുമൊക്കെ ഇരിക്കുന്നവർ ആണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇൻഫർമേറ്റീവായ വിവരങ്ങൾ ആണ് പങ്കുവച്ചത്.